ഏ ഞാൻ പറയും ഈ കുരിശുദ്ധമൊക്കെ ആവശ്യമില്ല. കോയമാര് കംപ്ലീറ്റ് യൂറോപ്പിൽ കയറി കടന്ന് ഞരങ്ങിണ്ടായിരുന്നു ഇപ്പൊ. ഓക്കെ, അത് അന്നത്തെ ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയണത് അത് ക്രിസ്തു പറഞ്ഞ സംഭവമല്ല, അത് അവരുടെ അന്നത്തെ രാജ്യം വിടുമ്പോഴുള്ള ഒരു ജീസസ് എന്താ പറഞ്ഞു, ഒരു കാരണം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ മറ്റു കാരണം കാണിച്ചു കൊടുക്കുക എന്നാ. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാരണമല്ല, തല അടിച്ചു പൊളിക്കും ജിഹാദികള്, അത് വേറെ കാര്യം. പക്ഷെ മുഹമ്മദിന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് ആണ് ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ ബേസ്. മുഹമ്മദ് എന്താ സംഭവം, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപഭോഗ സംസ്കാരങ്ങൾക്ക് കീഴടങ്ങിയ ഒരാളാണ് ഈ മുഹമ്മദ്. ഭക്ഷണം കഴിക്കുക, പെണ്ണ് പിടിക്കുക, ഇത്തരത്തില് പുതിയ പുതിയ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പൊ ഇത്തരത്തിലുള്ള ആള്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ പിന്തുടരുന്ന ഒരു സമുദായം, അതായത് യുദ്ധങ്ങൾ. ഇന്നും നമ്മൾക്കറിയാം കേരളത്തിൽ ബദരീങ്ങളെ നീർച്ച, നിങ്ങൾ സുപ്രഭാത് ഭായിയൊക്കെ ചിലപ്പോ കഴിച്ചിട്ടുണ്ടോ ബദരീങ്ങളെ നീർച്ചയുടെ നെയ്ച്ചോറും ഇറച്ചിയൊക്കെ? എന്താണ് ബദരീങ്ങളെ നീർച്ച? ഉഹുദ് നീർച്ച. അതായത് എല്ലാ കൊല്ലം മദ്രസയിലും പള്ളിയിലും ബദരീങ്ങളെ നീർച്ച. ബദരീങ്ങളെ നീർച്ച പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് മക്കയിലുള്ള ബിംബാരാധകരായിട്ടുള്ള അവിടുത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദുക്കളെയൊക്കെ പോലുള്ള അവിടുത്തെ ബിംബാരാധകരായിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ശാക്തേയ ആരാധന, അതായത് അവിടെ ശക്തിനെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടായത് ഈ പെൺമക്കളെ രീതിയിൽ അവര് ബലിയൊക്കെ കഴിച്ചിരുന്നു എന്നുള്ള രീതിയിൽ അത്തരം ആരാധന ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ഈ പാഗൻ മതക്കാരെ കൊന്നൊടുക്കിയ ആ ഒരു യുദ്ധത്തിന്റെ സമയത്താണ് ഈ പള്ളിയിൽ നെയ്ച്ചോറും ഇറച്ചിയൊക്കെ വെച്ചിട്ട് ഈ കോയന്മാര് ബദരീങ്ങളെ നേർച്ച എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു യുദ്ധത്തില് വെട്ടിക്കൊന്ന് കൊല വിളിച്ച യുദ്ധത്തിനെ ആഘോഷിക്കുകയാണ് ഇന്നും ലോകത്തെ മുസ്ലിങ്ങള്. ജീസസ് ഇന്നേ വരെ ചാട്ടവാറ് കൊണ്ട് ഏതോ മറ്റേ പള്ളിയിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ടാരെ. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികൾ ജീസസ് ചാട്ടവാറ് കൊണ്ട് അടിച്ചിറക്കി അന്ന് നമുക്ക് നെയ്ച്ചോറും ബിരിയാണിയും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ നെയ്ച്ചോറും ബിരിയാണിയും വിതരണം ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ബദരീങ്ങളെ നീർച്ച, നാസർ ഭായിക്കൊക്കെ അറിയാം. ബദരീങ്ങളെ നീർച്ച, ഉഹുദ് നീർച്ച, മറ്റേ നീർച്ച എന്ന് പറഞ്ഞ് ഇവര് നടത്തുന്ന എന്തിനാണ്? ബദരീങ്ങളെ നീർച്ചയാണ് മെയിൻ ആയിട്ട്. ബദരീങ്ങളെ നീർച്ച പറഞ്ഞാൽ മക്കാരെ കൊള്ളടിച്ച ദിവസമാണ്. മക്കാരായിട്ടുള്ള ബഹുദൈവാരാധകരെ കൊന്ന് കൊല വിളിച്ചതാണ് മുഹമ്മദിന്റെ ആൾക്കാരും. നിങ്ങൾ കണ്ട, എനിക്ക് അതിന്റെ ഡേറ്റ് കറക്റ്റ് അറിയില്ല, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ബദർ ഡേ എന്നുള്ളത്. അന്ന് നിങ്ങൾക്ക് പള്ളികളിൽ മദ്രസയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നെയ്ച്ചോറും കോഴിയൊക്കെ കിട്ടും. ഞാനൊരു കാര്യം പറയട്ടെ, പാവപ്പെട്ട ഞങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് വരി നിന്നിട്ട് നെയ്ച്ചോറൊക്കെ തിന്നുന്നതാണ് പണ്ടല്ലേ. എനിക്ക് സങ്കടം വരും. കാരണം നാളെ ഈ വെറ്റിങ്ങളി വെട്ടിക്കൊല്ലാനുള്ള ഈ ആഘോഷത്തിനാണല്ലോ ഇവർ ഈ മറ്റേ ഇതൊക്കെ തിന്നണെന്ന് ആലോചിച്ചിട്ട്. ഉസ്താദിന് ഒരു പോയിന്റും കൂടി കിട്ടി ഫസൽ ഭായി. ഫസൽ ഭായി, ഡേറ്റ് മാർച്ച് 13, 624. മാർച്ച് 13 എത്രാം തീയതി? ഞാൻ പറഞ്ഞ നന്നായി. മാർച്ച് 6. എല്ലാരും ഒരാഴ്ച കൂടെ ഉള്ളൂ. മലബാർ സുപ്രഭാത ഭായി മലബാറിലുള്ളതാണ്. മലബാറില് തെക്കും എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് നോക്കി വെച്ചോ. ബദറിന്റെ ദിവസം എല്ലാ പള്ളികളിലും മദ്രസകളിലൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് വിളമ്പി എല്ലാവർക്കും കൊടുത്തു. അന്ന് ഭയങ്കര മതസൗഹാർദ്ദമായിരിക്കും. ഇത് കരുതിക്കോ, ഇതാണ് തക്കിയ. ഈ ബദരീങ്ങൾ എന്താന്ന് വെച്ചാൽ പറയാ, ഞങ്ങള് ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെ ഞങ്ങളെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ഞങ്ങൾ അവരെ തുരത്തി ഓടിച്ചു, മലക്കുകൾ ഞങ്ങളൊപ്പം വന്ന് അവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊന്നു എന്നൊക്കെ പറയും. ഇത് വെറും തള്ളാണ്. പാവപ്പെട്ട ബഹുദൈവ ആരാധകരായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂർത്തികളെ ആരാധിച്ചു വന്നിരുന്ന നമ്മളെന്താ സനാതന ധർമ്മക്കാരെ പോലെയൊക്കെയുള്ള നല്ലവരായിട്ടുള്ള മക്കാരായിട്ടുള്ള ആളുകൾ അവര് കച്ചവടം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പറയട്ടെ. ഖുറൈശികൾ, പാവപ്പെട്ട ഖുറൈശികൾ അവര് കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഭാര്യയും മക്കളൊക്കെ കാണാൻ വേണ്ടി തിരിച്ചു പോണ വഴിക്ക് അവരെ കേരവനെ ആക്രമിച്ചിട്ട് അത് അടിച്ച് പൊളിച്ചിട്ട് പൈസയും കൊള്ളയടിച്ചിട്ട് അന്ന് എൻജോയ് ചെയ്തതാണ് ഈ മുഹമ്മദിന്റെ ഈ പറഞ്ഞ കൊള്ളക്കാരും. അത് ഇന്നും ഈ പറഞ്ഞ മാപ്പിളാര്, ഈ പറഞ്ഞ ഈ കോയന്മാര് ഇന്നും, നിങ്ങൾ എഴുതി വെച്ചോ ഗൂഗിളിൽ. ആരെ പറഞ്ഞു? മാർച്ച് 13 നാസർ ഭായിക്കാരെ എനിക്കറിയാം. കാരണം ഞങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് വന്നത് കൊണ്ടാവുകൊണ്ട് നെയ്ച്ചോറും ബിരിയാണി പോത്തിറച്ചി നിന്നിട്ട് എൻജോയ് ചെയ്യാണ്. ആയിരക്കണക്കിന് അമുസ്ലിങ്ങളായിട്ട് ആളുകളെ കൊന്നതിന്റെ എൻജോയ്മെന്റ് ഇന്നും നടത്തുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ. ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യുവാണ്. ഇതേപോലെ പരിപാടി ഇപ്പോഴത്തെ അമേരിക്കയിലും ഉണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ഇതിലോട്ടുള്ള ഒരു ഇങ്ങനത്തെ കുറെ സംഭവങ്ങളിലോട്ടുള്ള ഐഡിയ കിട്ടിയത്. അതായത് താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അമേരിക്കയിൽ. അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അത് ഈടെയായിട്ട് അതിനെതിരെ ഒരു
വേവ് ഈ ഇതിനെ വന്നിട്ടുണ്ട്. പറ്റി പറയും. അമേരിക്കയിലേക്ക് അവിടെ പിന്നെ പോവാ. ഇപ്പൊ ഈ ഓക്കെ ഓക്കെ കോയിന്റെ ഈ ഇത് കാര്യം ഇത് പറയും. പറയട്ടെ ഇത് ആ പറയട്ടെ ഇത് പറയട്ടെ. ഓക്കെ, ഇതിനെ പറ്റി പറയും. അല്ല, കോയിനെ ഞാൻ ഈ പറഞ്ഞ രക്ഷപ്പെടുത്തുന്നത്. കാര്യം നാസർ ഭായിക്ക് കൂടുതൽ പറയാൻ പറ്റും. നാസർ ഭായി ഒന്ന് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ബദറിന്റെ വരുന്ന മാർച്ച് 13 എല്ലാരും അതൊന്ന് നോട്ട് ചെയ്യണം ദയവ് ചെയ്ത്. ഞാൻ ഇപ്പൊ കേരളത്തിലില്ല. കേരളത്തിലുള്ള ആൾക്കാരെല്ലാവരും എന്റെ ഒരു ഞാൻ അഭ്യർത്ഥനയാണ്. എനിക്ക് മാർച്ച് എനിക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണം. നമ്മളെ ഇസ്രായേലില് ഒരു മലയാളി കൊല്ലപ്പെട്ട്, അവൻ സഖാവോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ആരോ ആയിക്കോട്ടെ, പക്ഷെ അവനെ ജിഹാദികൾ വളഞ്ഞിട്ട് ആക്രമിക്കാണ്. ഒരു കാലത്ത് ഓൻ സംഖ്യകളെ തെറി വിളിച്ചവരാണ്, ശരി തന്നെയാണ്. ഞങ്ങൾ സംഖ്യകള് ക്ഷമിക്കാൻ പഠിച്ചവരുമാണ്. പക്ഷെ നമ്മൾ ഇന്ന് മരിച്ചു കിടക്കുന്ന ആ ഒരു പയ്യന് വേണ്ടിയിട്ട്, അവന്റെ കുടുംബം നോക്കാൻ വേണ്ടി, അവന്റെ ഭാര്യയും അമ്മയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ ഇസ്രായേലിലേക്ക് യാത്രയായി. അവിടെ വെച്ച് മരണപ്പെട്ട സമയത്ത് ജിഹാദികള് വളരെ ക്രൂരമായ രീതിയിൽ അവനെ അവഹേളിച്ചു കൊണ്ട് നിൽക്കുകയാണ്, അവനെ കുറ്റക്കാരനാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരനും ഈ വാലാട്ടിപ്പട്ടികളായിട്ടുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഈ ജിഹാദിയുടെ കൂടെ കൂടിയിട്ട് ആ ഒരു പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാനും ആ ഒരു അന്തംഗമി ആയി അദ്ദേഹം ജീവിച്ചതിന് ഞാനും തള്ളി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ മനസാക്ഷി എന്നുള്ള രീതിയിൽ, നമ്മൾ സംഘികള് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നിങ്ങളെ അഭിപ്രായം പറയും ഓരോരുത്തർ. ഈ ജിഹാദികള്, ഈ വേട്ടപ്പട്ടികളെ പോലെ ഈ നിരപരാധികളായിട്ടുള്ള ആളുകള് ഇങ്ങനെ ഹിസ്ബുള്ള പോലത്തെ തീവ്രവാദികളെ കൈകളാൽ കൊല ചെയ്യപ്പെടുമ്പോ നമ്മള് ആ ജിഹാദികളെ കൂടെ കൂടി നിൽക്കണോ? സമൂഹത്തിൽ അത് തുറന്നു കാട്ടപ്പെടണോ? ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ. നാസർ ഭായ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബദറിന്റെ നെയ്ച്ചോറ് ബദറൊക്കെ തേങ്ങാച്ചോറിന്റെ ഒക്കെ ഒരു വീടിന്റെ പൊന്നാര ഫാസലെ, ബദറുമ്പോ കുറെ നെയ്ച്ചോറും കോയൊക്കെ കണ്ടാണ് തുപ്പൽ ബിരിയാണിയൊക്കെ. ഞാൻ പറഞ്ഞൊരു ബദർ എന്താന്നുള്ളത് നിങ്ങളൊക്കെ വിടി. നാസർ ഭായ് ബദർ തുടങ്ങിയൊന്നും നിർത്തൂല. നാസർ ഭായിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഹലോ, കേൾക്കാവോ? തുടങ്ങിയേക്കാം. അൽഹംദുലില്ലാഹി അല്ല റബ്ബിൽ പറയട്ടെ. ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ നബിയിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാശറൽ മുസ്ലിമീൻ റഹ്മക്കുമുല്ലാഹ്. الجمعة حج الفقراء والمساكين إلى سعد الخطيب على المنبر أتكلم أحدا متكلم. അപ്പൊ ബദറ എന്ന് ഫസൽ പറഞ്ഞത്, ബദറ എന്ന് പറയുന്നത് ബദറല്ല അവിടെ വിഷയം. പിന്നെ നിങ്ങളെ വിഷയത്തിൽ പറയും, ഈ തുടങ്ങണോ? വിഷയത്തിൽ പറയും. ബദറോ ശരിയാണ് കേട്ടോ, ഫസൽ പറഞ്ഞ കറക്റ്റ് ആണ്. അമുസ്ലിമീങ്ങളെ കൊന്നതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ബദർ എന്ന് പറയുന്നത്. 313 പേര് 10,000 പേരെ വകവരുത്തി വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയൊരു ആഹ്ലാദ പ്രകടനം. അവർ ഏറ്റവും വലിയ യുദ്ധമായിട്ട് ഒരു കാണുന്ന ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം കഴിഞ്ഞൊരു യുദ്ധം അവർക്കുള്ളൂ. എല്ലാ യുദ്ധങ്ങളും ബദർ യുദ്ധത്തെ ആസ്പദമാക്കിയാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അമുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ട യുദ്ധമാണ്. അതിലാണ് ഏറ്റവും വലിയ ഇസ്ലാമിനെ പോർ വിളിച്ച് ഇസ്ലാമിലെ ഏറ്റവും വലിയ മക്കത്തെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന അബൂജഹൽ കൊല്ലപ്പെട്ടതും ആ യുദ്ധത്തിലാണ്. അങ്ങനെ വലിയ ഒരുപാട് പോരിശകളുള്ള ഒരു യുദ്ധമാണ്. പിന്നെ എന്താ സുപ്രഭാത്, എന്താ എന്ത് പറയണമെന്നാ പറഞ്ഞേ? നമ്മുടെ ഇസ്രായേലിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ചെറുക്കൻ കൊല ചെയ്യപ്പെട്ടപ്പോ ജിഹാദികൾ കയറി ഞരങ്ങാണ് സോഷ്യൽ മീഡിയയില്. അത് നമ്മള് പിന്നെ നമ്മുടെ നിങ്ങളുടെ കൈ സൗമ്യയുടെ കെട്ടി കാര്യത്തിലും ബദറും പറഞ്ഞു കണ്ടാണല്ലോ. കൊടുത്തോളി. സൗമ്യയുടെ കാര്യത്തിലും കണ്ടാണല്ലോ. സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്രയേലിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയതാ. ഹോം നേഴ്സായിട്ട് പോയതാണ്. ഒരു 10-70 വയസ്സുള്ള ഒരു ജൂത സ്ത്രീയെ നോക്കാനായിട്ട് പോയി. അവരെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ആരാണ് ഇവരെ ഓരോ ജിഹാദികള് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുമായിട്ട് വന്ന് നിനക്ക് ഇസ്രായേൽ അല്ലാതെ വേറെ രാജ്യവും കണ്ടില്ലേ പോയി ജോലി ചെയ്യാൻ, ജൂതന്മാരുടെ സ്ഥലത്ത് തന്നെ പോണമായിരുന്നോ എന്നൊക്കെ പറഞ്ഞാണ് എന്റെ പിന്നെ ഒരു മനുഷ്യൻ നമുക്കൊക്കെ വിവരം ഉണ്ടെങ്കിൽ ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ ഞാനൊരു കാര്യം പറയാം, എനിക്ക് 99 ആടുകളുണ്ടെന്ന് വെച്ചോ. 99 ആട് എനിക്കുണ്ട്. അപ്പുറത്ത് ഇപ്പൊ ഫസലിന് ഒരാടേ ഉള്ളൂ, ഒറ്റ ഒരാടേ ഉള്ളൂ. അവൻ ആ ഒരാട് കൊണ്ടുപോകണം, അവൻ ജീവിച്ചു പോകാൻ. എനിക്ക് 99 ആടുണ്ട്. ഈ 99 ആടിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ ഫസലിന് കിട്ടുന്ന ഒരാടിൽ നിന്നുള്ള വരുമാനം ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ വീട്ടിൽ ഒരു അതിഥി വരുന്നു. അപ്പൊ അതിഥിയെ സൽക്കരിക്കാൻ നേരത്തെ ഈ 99 ആടി എന്ന് പറഞ്ഞെടുത്താൽ എനിക്ക് ഫ്രീ ആയിട്ടേ പോകുള്ളൂ. അതിഥിയിൽ നിന്ന് എനിക്ക് മെച്ചമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഫസൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഫസലിന്റെ ആടിനെ മോട്ടിച്ചോണ്ട് വന്ന് അതറുത്ത് എന്റെ അതിഥിയെ സൽക്കരിക്കുന്നു. അതിൽ എന്താണ് മാന്യത ഇരിക്കുന്നത്? വല്ല മാനവികതയുണ്ടോ? ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് 57ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. 57 കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മാത്രം. ഈ 57 ആറോളം സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളെ, എണ്ണപ്പണം പിന്നെ പെട്രോൾ ഡോളർ കൊണ്ട് കുമിഞ്ഞുകൂടിയ രാജ്യങ്ങളാണ് ഈ 6ഓളം രാജ്യങ്ങൾ.
57 രാജ്യങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ഈ ജൂതന്മാരെന്ന് പറയുന്ന ഈ പാവങ്ങൾക്കുള്ള ഒരേ ഒരു രാജ്യം, ഒറ്റ ഒരു രാജ്യം. 2000 വർഷത്തോളം പീഡനമേറ്റ് ലോകത്തിന്റെ നാനാഭാഗങ്ങളും അലഞ്ഞു തിരിഞ്ഞ് മുസ്ലിമീങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ പീഡനമേറ്റ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ ഒരു ജനത. ആ ജനതയ്ക്ക് അവസാനം ഒരു രാജ്യം കിട്ടുന്നു 1948 ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്ത ഒരു ഭൂവിഭാഗം, ഒരു ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യം. കേരളത്തിന്റെ പകുതി പോലും ഇല്ല. ആ രാജ്യത്താണ് അവർ കിടക്കുന്നത്. അവരാരെയും ആക്രമിക്കുന്നില്ല, എല്ലാരെയും സ്വീകരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ എല്ലാമുള്ള മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷെ ഒരൊറ്റ മതേതര ജനാധിപത്യ രാജ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? മധ്യേഷ്യയിൽ ഒരൊറ്റ മിഡിൽ ഈസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ മുസ്ലിമുകൾ ഏറ്റവും അധികം വെറുക്കുന്ന ജൂതരാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ്. അവിടെ തെരഞ്ഞെടുപ്പുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ വരുന്നത്. ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, ബഹായി മതവിഭാഗക്കാരുണ്ട്, ജൈനന്മാരുണ്ട്, സിഖുകാരുണ്ട്, എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ, ജൂതന്മാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇവിടെ മുസ്ലിമീങ്ങൾക്കാണ്. അറബിക് പാർട്ടി വരുന്നുണ്ട് പാർലമെന്റിൽ. അത്രയധികം മതേതരം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത, 2000 വർഷത്തോളം ലോകത്തിന്റെ നാനാഭാഗത്തും പീഡനം അനുഭവിച്ച ഒരു ജനത. ആ ജനതയ്ക്ക് കിടക്കാനായിട്ട് കേരളത്തിന്റെ പകുതി മാത്രം വിസ്തീർണമുള്ള ഒരു ഭൂവിഭാഗം 1948 അവർക്ക് ഒരു രാജ്യമായിട്ട്, അതും ബ്രിട്ടൻ UN അനുവദിച്ചു കൊടുത്ത്, അവർ പിടിച്ചെടുത്തല്ല, UN അനുവദിച്ചു കൊടുത്തു. എന്നിട്ടും ആ ഭൂമി അവർ മുസ്ലിമീങ്ങളോട് വിലക്ക് വാങ്ങിയ ഭൂമിയാണ്. ജൂതന്മാരുടെ ഇസ്രായേലിന്റെ ഭൂമി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളോട് വൻ വില, അന്നുണ്ടായിരുന്ന ഭൂമി വിലയിൽ നിന്നും 7 ഇരട്ടി വില കൊടുത്ത് അവർ മേടിച്ച ഭൂമിയാണ് ഈ ജൂതന്മാരുണ്ടാക്കിയ ഇസ്രായേൽ എന്ന് പറയുന്നത്. അല്ലാതെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ഭൂമിക പോലെ അന്യന്റെ ഭൂമി പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അവന്റെ വസ്തുക്കളും കീഴ്പ്പെടുത്തി, അവന്റെ പെണ്ണുങ്ങളെയും കൊള്ളയടിച്ച്, അവന്റെ മുതലും കൊള്ളയടിച്ച് തന്റേതാക്കി അതിർത്തി കെട്ടിയതല്ല. മുഹമ്മദ് അങ്ങനെയാണ് ചെയ്തത്. മുഹമ്മദ് അങ്ങനെയാണ് ലോകത്തുള്ള രാജ്യം, ഈ 57 മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അങ്ങോട്ട് കടന്നു ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ പെണ്ണുങ്ങളെ ലൈംഗിക അടിമകളാക്കി, അവരുടെ പുരുഷന്മാരെ യുദ്ധ കുറ്റവാളികളാക്കി പിടിച്ചെടുത്ത് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ച് അതിർത്തിയിൽ വേലി കെട്ടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ രാജ്യമാണ് ഇത്, അള്ളാഹുവിന്റെ ഭൂമിയാണ്, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭൂമിയാക്കാൻ ഞങ്ങൾക്ക് ആക്രമിക്കാം, ഞങ്ങൾക്ക് അമുസ്ലിമീങ്ങളെ കൊല്ലാം, അതിന് ഞങ്ങൾക്ക് ഖുർആനിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാണ് മുഹമ്മദി എന്നത്. പക്ഷെ ജൂതന്മാരങ്ങനെയല്ല. ജൂതന്മാര് മുസ്ലിമീങ്ങളോട് എന്ന് 7 ഇരട്ടി വില കൊടുത്ത് ഭൂമി വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു. മാന്യമായിട്ടാണ് അവരുടെ ഭൂമി സ്വന്തമാക്കിയത്. വളരെയധികം അവരുടെ സ്വന്തം ഭൂമിയാണെന്ന് ഓർക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂതന്മാരുടെ സ്വന്തം ഭൂമിയാണ്. 2000 കൊല്ലം മുമ്പ് അവർ ഉപേക്ഷിച്ച് അവരെ അവിടെ നാട്ടിയിറക്കിയതാണ്. അവരുടെ ഭൂമിയിലേക്ക് അവർ ചെന്നേച്ച് അവർ വില കൊടുത്ത് മേടിച്ചു. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. സുപ്രഭാതിന്റെ വീട്ടിൽ നിന്നും സുപ്രഭാതിനെ ഞാൻ തട്ടി ഇറക്കി ഞാൻ സുപ്രഭാതിന്റെ വീടെടുക്കുന്നു. സുപ്രഭാത് ഒരു 10-15 കൊല്ലത്തിന് ശേഷം വന്ന് 10-20 കൊല്ലത്തിന് ശേഷം വന്നിച്ച് എനിക്ക് അന്നുള്ള പിന്നെ സുപ്രഭാതിന്റെ വീടിന്റെ 7 ഇരട്ടി വില തന്ന് എന്നിൽ നിന്ന് ആ വീട് മേടിക്കുന്നു. ഇത് തന്നെയാണ് ഇസ്രായേലിൽ നടന്നത്. അറിയാമോ? അവരുടെ സ്വന്തം ഭൂമിക അവർക്ക് 7 ഇരട്ടി വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു. എന്നിട്ട് അവരെ കിടക്കാൻ, ആ ഒരേ ഒരു രാജ്യത്ത് കിടക്കാൻ ഈ ചുറ്റിനും കിടക്കുന്ന ഈ മുസ്ലിം രാജ്യങ്ങൾ, ഈ ജിഹാദി രാജ്യങ്ങൾ, ഈ ജിഹാദി പരീക്ഷകൾ സമ്മതിക്കുന്നുണ്ടോ? ഈ ജിഹാദി പരീക്ഷകൾ എന്നിട്ട് സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവരെ ആക്രമിക്കുകയാണ്. അവരെ വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ എന്നും ആക്രമണം തന്നെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തിരിച്ചടിക്കാൻ ധാർമ്മിക ബാധ്യതയില്ലേ? നമ്മൾ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചവരല്ലേ? നമ്മൾ മുഗളന്മാരെ തുരത്തി ഓടിച്ചവരല്ലേ? നമ്മൾ വൈദേശികാക്രമണത്തെ ചെറുത്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഭാരതത്തിൽ കിടക്കാൻ നമുക്ക് വേറെ രാജ്യമില്ല ഓടി ഒളിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ വൈദേശികാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെറുക്കുന്നു. അവർക്ക് ചെറുത്തില്ലെങ്കിലോ? അവരുടെ പ്രധാനമന്ത്രി പറഞ്ഞു, അറബികൾ ആയുധം താഴെ വെച്ചാൽ ലോകം മുഴുവൻ സമാധാനം ഉണ്ടാവും, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ നാളെ ഇസ്രായേൽ ഈ ഭൂമുഖത്തുണ്ടാകുകയില്ല എന്നാണ് അവരുടെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത്. ശരിയല്ലേ അത്? ഈ ഹമാസുകാർ ആയുധം താഴെ വെച്ചാൽ അവിടെ സമാധാനത്തിന്റെ ഭൂമിക വിടരും. ഇസ്രായേലിനും സമാധാനം, ഹമാസിനും സമാധാനം, ഫലസ്തീനിനും സമാധാനം. ഈ രണ്ട് രാജ്യങ്ങളും സമാധാനപൂരിതമായ അന്തരീക്ഷത്തൂടെ നല്ല രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ഇസ്രായേലാണ് ആദ്യം ആയുധം താഴെ വെക്കുന്നത്. ഇപ്പൊ ഇവിടത്തെ ഈ സുഡാപ്പികൾ പറയുന്ന പോലെ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാലോ നാളെ പ്രഭാതം പൊട്ടുവിടരുമ്പോൾ അവിടെ ഇസ്രായേൽ കാണുകയില്ല. മനസ്സിലായി? ഈ ചുറ്റിനും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കേറിയെടുക്കും. 1967 നമ്മൾ കണ്ടതാണ് 6 ദിന യുദ്ധം. മനസ്സിലായി? അവരന്ന് ആയുധം താഴെ വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമി ഉണ്ടാകുമായിരുന്നോ? 1967 ഇസ്രായേൽ ഇന്നത്തെ ജിഹാദികളൊക്കെ പറയുന്ന പോലെ അവർ ആയുധം താഴെ വെച്ചു, ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 1968 ഈ ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തുടച്ചു മാറ്റപ്പെട്ടേനെ. നമുക്ക് ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ് കേൾക്കാൻ പോലും സാധിക്കാതെ വന്നേനെ. അവർ ആയുധം കൊണ്ട് പോരാടിക്കൊണ്ടാണ് ആ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത്. 1948 മുതൽ 2024 വരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത് യുദ്ധം ചെയ്യാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, അത് തന്നെയാണ് ഇപ്പൊ ഈ പയ്യന് സംഭവിച്ചിരിക്കുന്നത്. ഹിസ്ബുല്ലാ കയറി ആക്രമിച്ച് ഈ കേരളത്തിന്റെ ഒരു പയ്യനെ കൊന്നിരിക്കുന്നു. ആ പയ്യന് വേണ്ടി ഇവിടെ ശബ്ദിക്കാൻ കോൺഗ്രസ്സുകാരില്ല, CPM-കാരില്ല, ആരുമില്ല. ഉള്ളത് യുക്തിവാദികളും സംഘികളും മാത്രമേ ഉള്ളൂ.
എന്നാൽ ആ പയ്യൻ ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറയുന്നു. എന്നിട്ടോ ആരെങ്കിലും ആ പയ്യന് വേണ്ടി ശബ്ദിക്കാനുണ്ടോ? കാരണം എന്താണ്? അവര് ആ പയ്യന് വേണ്ടി ശബ്ദിച്ചാൽ ഇലക്ഷൻ അടുത്തിരിക്കുന്നു, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാണ്, ജിഹാദികളുടെ വോട്ട് കിട്ടുകയില്ല. ജിഹാദികളുടെ വോട്ട് കിട്ടുകയില്ല. കാരണം ജൂതരാജ്യം അവസാനത്തെ ജൂതനെയും കൊല്ലുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണവർ. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണവർ. അതുകൊണ്ട് അവർക്ക് ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലക്സ എന്ന് പറയുന്ന ഒരു മോക്സ് ഉണ്ട് ഇസ്ലാം പിന്നെ ജെറുസലേമിൽ, ആ മോസ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ആൾക്കാർ തീർത്ഥാടനം നടത്തുന്നുണ്ടോ? മക്കത്തേക്ക് ഇഷ്ടം പോലെ തീർത്ഥാടനം, മക്കത്തെ പള്ളിയേക്കാൾ വലിയ പള്ളിയാണെന്നാണ് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അല്ലക്സ പള്ളിയിൽ നിന്നുമാണ് മുഹമ്മദ് നബി 7 ആകാശങ്ങളും കടന്ന് ഉറാഖ് യാത്രയിലൂടെ അള്ളാനെ പോയി കണ്ട് 50 നേരത്തെ നമസ്കാരവുമായിട്ട് തിരിച്ചു വന്നത് എന്നാണ് പറയുന്നത്. ഉറാഖ് യാത്ര നടത്തിയത് അല്ലക്സ പള്ളിയിൽ നിന്നുമാണെന്നാണ് ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവര് ഈ അല്ലക്സ പള്ളിയിലേക്ക് തീർത്ഥാടനം പോകുന്നില്ല? മക്കത്തേക്ക് ഇഷ്ടം പോലെ, മക്കത്തേക്കാൾ ഇവർക്ക് പിന്നെ പുണ്യമായ പള്ളി എന്ന് പറയുന്നത് അല്ലക്സ പള്ളിയാണ്. ജെറുസലേമിലെ അല്ലക്സ പള്ളി, ആ പള്ളിയിലേക്ക് മുസ്ലിമുകൾ തീർത്ഥാടനം പോകുന്നുണ്ട്. കാരണം എന്താ? അത് ഇസ്രായേലിന്റെ കൈവശമുള്ളതുണ്ട്. ജൂതനോടുള്ള വൈരാഗ്യം. ജൂതന്റെ രാജ്യത്ത് ഞങ്ങൾ അങ്ങനെ പോയി ജൂതന് കാശ് കൊടുക്കുന്നില്ല, ജൂതൻ അങ്ങനെ കമ്മീഷൻ പറ്റണ്ട, ഞങ്ങൾ അവിടെ ആ പള്ളിയിൽ തീർത്ഥാടനത്തിൽ പോയി, ഞങ്ങൾ അതുകൊണ്ട് മക്കത്ത് പോക്കോളാം. 2ാം സ്ഥാനമുള്ളൂ മക്കത്തിന്, അല്ലക്സയ്ക്കാണ് 1ാം സ്ഥാനം, മക്കത്തിന് 2ാം സ്ഥാനമുള്ളൂ. ഖുർആൻ പ്രകാരം, ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം അല്ലക്സ ജെറുസലേമിലെ അല്ലക്സ മോസ്കിനാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനമുള്ളൂ മക്കത്തിന്. പക്ഷേ ലോകത്തുള്ള ഒരു മുസ്ലിമും അല്ലക്സ പള്ളിയിലേക്ക് തീർത്ഥാടനം പോകാത്തെന്നാണ്. ജൂതന് കാശ് കിട്ടും, ജൂതന് കാശ് കിട്ടരുത്. കാരണം അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കുന്നവരെ ഈ ലോകം അവസാനിക്കുകയില്ല. ലോകം അവസാന സമയത്ത് ഏതെങ്കിലും ജൂതൻ പോയി ഏതെങ്കിലും കല്ലിന്റെ മറവിലോ വൃക്ഷത്തിന്റെ മറവിലോ ഒളിച്ചു നിന്നാൽ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചു നിന്നാൽ, ആ കല്ലും മരവും വിളിച്ചു പറയും, ഇതാ ജൂതൻ എന്റെ പുറകിലുണ്ട്, അവനെ കൊന്നേരെ എന്ന കല്ലും മരവും വിളിച്ചു പറയുമെന്നാണ് മുഹമ്മദിന്റെ ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത്തരം പൊട്ടത്തരങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവർ ഈ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഈ ജൂതനെയൊക്കെ കൊന്ന് ഇവർ ചെന്നു കഴിഞ്ഞാലോ, അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? 72 ഹൂറിയും കള്ളുകുടിയും. അവർക്ക് കിട്ടാൻ പോകുന്ന 72 ഹൂറിയും കള്ളുകുടി. ഈ 72 ഹൂറിക്കും കള്ളുകുടിക്കും വേണ്ടിയാണ് ഈ ജൂതനെയൊക്കെ കൊല്ലാനും ഈ ജൂതനെ പോർ വിളിച്ചു കൊണ്ട് കിടക്കുന്നു. ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം. ഒരേ ഒരു കാര്യം ഞാൻ പറയാം, അത് മുസ്ലിമീങ്ങൾ നോട്ട് ചെയ്യുക, അത് മുസ്ലിമീങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. ഒരേ ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, അതോടെ ഞാൻ നിർത്തുകയാണ്. അതായത് പിന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട് 9:123, കാത്തലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി വയജിദു ഫീക്കും ഇല്ലത്തൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. 9:123. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ആ മുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യുക, കൂടാതെ അവനോട് ആ യുദ്ധത്തിൽ രൂക്ഷത കാണിക്കുകയും ചെയ്യുക, അവന്റെ സങ്കേതം നരകമത്രേ എന്നാണ് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈ ഖുർആനിൽ വിശ്വസിച്ച് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലത് കിട്ടിക്കൊണ്ടേയിരിക്കും, നല്ലത് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ, ഖുർആൻ പറയുന്നത് ഇത്തബിയുമാ ഉൻസിലൽ കിതാബ മിൻ റബ്ബിക, ഈ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഈ ഗ്രന്ഥത്തെ നിങ്ങൾ പൂർണ്ണമായും പിൻപറ്റുക. ഈ ഗ്രന്ഥത്തെ ഈ ആയത്തിൽ എന്താണ് 9:121 പറയുന്നത്? നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയായ കാഫിറിനോട് യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ രൂക്ഷത കാണിക്കുകയും ചെയ്യുക. പാലസ്തീന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ അയൽവാസിയാണ് ഇസ്രായേൽ, പാലസ്തീന്റെ അയൽവാസിയാണ് ഇസ്രായേൽ. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അയൽവാസിയോട് പോയി യുദ്ധം ചെയ്യണം, ആ യുദ്ധത്തിൽ രൂക്ഷത കാണിക്കുകയും ചെയ്യും. പാലസ്തീനികൾ ഖുർആനിൽ പറഞ്ഞ പ്രകാരം, ഖുർആൻ പ്രകാരം ജീവിച്ചാൽ നല്ലത് കിട്ടും എന്നല്ലേ പറയുന്നത്. ഖുർആൻ പ്രകാരമാണ് അവർ ഈ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം എന്താണ്? തൊട്ടടുത്ത് താമസിക്കുന്ന തൊട്ടടുത്തുള്ള അയൽവാസിയാണ്, അയൽവാസിയായ മുസ്ലിമിനോട് യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ യുദ്ധം ചെയ്തു. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന അയൽവാസി പാലസ്തീനികൾ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിന്റെ അയൽവാസിയായിട്ട് ഇസ്രായേൽ ഉണ്ടാകുന്നു. അവർ ആ 48 മുതൽ യുദ്ധം ചെയ്തു. 2024 ഈ 2024 ആയപ്പോഴേക്കും അവർക്ക് കിടപ്പാടമില്ല, തൂറാൻ ഒരു കക്കൂസില്ല, റോഡുകളില്ല, പാലങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഹോസ്പിറ്റലുകളില്ല, ഭക്ഷണമില്ല. ഇന്ന് ഭക്ഷണം കൊണ്ടേ കൊടുത്തോണ്ടിരിക്കുക. ആ രീതിയിൽ ഗാസയും വെസ്റ്റ് ബാങ്കും അടക്കം നിരപ്പായി കഴിഞ്ഞു. ഒരൊറ്റ വീട് പോലും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ, കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഇല്ല, തൂറാൻ ഒരു കക്കൂസ് പോലും ഇല്ലാതെ ജൂതനാക്കി കഴിഞ്ഞു. ഇപ്പൊ ഭക്ഷണം ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ട്രക്കുകളിലും ഡ്രോൺ വിമാനങ്ങളിലും ഒക്കെ കൊണ്ടുവന്ന് അമേരിക്കയും ആസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ കൊണ്ടേ കൊടുക്കുക. കാഫിറിന്റെ രാജ്യം കൊണ്ടേ കൊടുക്കുന്ന ഭക്ഷണം എരന്നു വാങ്ങിച്ച് തിന്നേണ്ട ഗതികേടിലേക്ക് പാലസ്തീനിലെ മുസ്ലിമീങ്ങൾ എത്തിയെങ്കിൽ അതിന് കാരണം എന്താണ്? ഈ ഖുർആനിൽ തന്നെ, ഈ ഖുർആൻ വാക്യമനുസരിച്ച് ഖുർആൻ വാക്യമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് MM അക്ബർ മുതൽ അബ്ദുൽ നാസർ മദനി വരെയുള്ള പുരോഹിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അവർ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു. തൊട്ടടുത്ത അയൽവാസിയായ ആ മുസ്ലിമായ ജൂതനെ കൊല്ലാനും അവനോട് യുദ്ധം ചെയ്യാനും പോയി. ഖുർആൻ വാക്യമനുസരിച്ചാണ് പോയത്. അവസാനം എന്തായി? തൂറാൻ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, ഭക്ഷണത്തിനോ കിടപ്പാടോ കൂടും കുടുക്കയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരെ ആ വചനങ്ങൾ എത്തിച്ചു. ആ വചനങ്ങൾ പ്രകാരം അവർ ജീവിച്ചപ്പോൾ ആ വചനങ്ങൾ, ഖുർആനിക വചനങ്ങൾ അവരെ എത്തിച്ചത് കൂടും കുടുക്കയും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്.
ഇല്ലേ? അപ്പൊ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ, ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ച പാലസ്തീനികളുടെ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങളും എത്തിപ്പെടും. അതുകൊണ്ട് ജിഹാദികളോട് എനിക്ക് എന്നേ പറയാനുള്ളൂ, ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാൽ, ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നശിപ്പിച്ച് ഈ ഇന്ത്യ ഒരു ഇസ്ലാമികവൽകൃത രാജ്യമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ഗാസയിലെ പാലസ്തീനികളുടെ അവസ്ഥ, ഖുർആൻ അനുസരിച്ച് ജീവിച്ച, ഖുർആനിയ വചനങ്ങൾ പ്രകാരം ജീവിച്ച പാലസ്തീനിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയിലേക്ക് നിങ്ങളും പോകേണ്ടി വരും. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദിന് പെണ്ണുപിടിക്കാനും, മുഹമ്മദിന് സുഖിച്ച് ജീവിക്കാനും, മുഹമ്മദിന് പണിയെടുക്കാതെ ജീവിക്കാനും വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു 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 പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അതിന് യഥാർത്ഥ ദൈവവുമായിട്ടോ പ്രകൃതി ശക്തിയുമായിട്ടോ പ്രപഞ്ച സൃഷ്ടാവുമായിട്ടോ കുലബന്ധം പോലുമില്ല, കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യണം, ജസ്റ്റ് ഒരു കാര്യം. അതായത് നാസർബായിക്കാരാണ് ഒരു കാര്യം. അതായത് മുസ്ലിങ്ങൾക്ക് ഇന്ന് പോലും അറിയാത്തൊരു സംഭവം, അവർക്ക് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബൈത്തുൽ മുഖദ്ദിസിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഈ മറ്റേ അവിടെ ഒരു ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു പാറയാണ്, ഒരു പാറ. ആ പാറക്ക് യഹൂദന്മാര് വലിയ ഇത് കൊടുക്കുന്നുണ്ട്, എന്താ പറയാ, ഭയങ്കര ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ഡോം ഓഫ് ദ റോക്ക്. ഈ ഡോം ഓഫ് ദ റോക്ക് അതാണ് ഇവർക്ക് ഏറ്റവും വലിയ, മുസ്ലിങ്ങൾ അതിനെ അവകാശപ്പെടുന്നത്. കാരണം ഈ ഡോം ഓഫ് റോക്കിന്റെ അടുത്ത് പോയിട്ടാണ് മുഹമ്മദ് അള്ളാനെ കാണാൻ പോയി, പടച്ചോനെ കാണാൻ പോയി 7 ആഗസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു പാറയാണ്. ഈ നമ്മുടെ ഭാരതത്തില് കേദർനാഥില് ഒരു പാറയുണ്ടല്ലോ, നമ്മളെ ജ്യോതിർലിംഗങ്ങളിൽപ്പെട്ട ഒരു ലിംഗമാണ് കേദർനാഥിലുള്ള, അതേപോലെ ഒരു പാറയാണ് ഈ പറഞ്ഞ ഡോം ഓഫ് ദ റോക്ക്. അത് യഹൂദന്മാർക്ക് അവരുടെ പ്രവാചകന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ബലി കൊടുക്കുന്നത് പോലെ തന്നെ അവരും ആ ഒരു പാറയുടെ മേലെ പോയി ബലിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ പൈതൃകപരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഒറ്റ രാത്രി കൊണ്ടാണ് മുഹമ്മദ് അവകാശപ്പെട്ടത്. അപ്പൊ അത് നമ്മൾക്കും ഇതുപോലത്തെ ഒരു പാരമ്പര്യമുണ്ട്, ഈ പറഞ്ഞ ജ്യോതിർലിംഗങ്ങളും സോമനാഥ് ക്ഷേത്രത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലും. അപ്പൊ അതേപോലത്തെ ഒരു സംസ്കാരം തന്നെയായിരുന്നു ഈ പറഞ്ഞ യഹൂദന്മാർക്ക്. അപ്പൊ സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടേക്ക് അധിനിവേശം ചെയ്യുക എന്നുള്ള ഇസ്ലാമിന്റെ പണ്ട് മുതലേ ഉള്ള ഒരു 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 എന്താ പറയാ, ഒരു ട്രിക്കാണ്. അല്ലെങ്കിൽ അവർക്ക് അതാണ് അവരുടെ മെയിൻ ആയുധം. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള സോമനാഥ് ക്ഷേത്രം തകർത്തത്, ഇതുപോലെ തന്നെ രാമക്ഷേത്രം തകർത്തത്, അതുപോലെ കാശി വിശ്വനാഥ അമ്പലം, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും. അവർക്ക് കാമക്യ ക്ഷേത്രം തകർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഭാഗത്തേക്ക് എത്തിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെ മൊത്തം അവിടെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ അവർക്ക് തകർക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ജെറുസലേം. ഇന്നും അവർക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം. അതുപോലെ നമ്മളെ ഭാരതത്തിലുള്ള പല സ്ഥലങ്ങളും ഇന്നിപ്പോ അത് തിരിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ. അപ്പൊ ഇത് ഡോം ഓഫ് ദ റോക്ക് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ മാത്രമാണ്. ആ പാറക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന്, അറിയാത്ത ആൾക്കാർ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക, ഡോം ഓഫ് റോക്ക്. എന്നിട്ട് നമ്മളെ ഈ കേദർനാഥിലുള്ള പാറ ഉണ്ട്, അതേപോലുള്ള ഒരു പാറ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഏകദേശം ഒരേപോലുള്ള ഒരു സംസ്കാരമാണെന്നുള്ളത്. ഞാനൊരു നാസർ ഭായിനോട്